To the channel. Today we are going to discuss about the short story Yellow Brick Road, which is written by witi ihimaera. So before moving on to the short story, we need to know certain things, some aspects or the basic aspects about the story. So we need to know about the pakeha. It is a term for ന്യൂസിലാൻഡ് പ്രൈമറി ഓഫ് യൂറോപ്യൻ ഡിസെൻറ്റ്. അതായത് ന്യൂസിലൻഡിൽ ആദ്യമേ ഉണ്ടായിരുന്ന യൂറോപ്യൻ ഡിസെൻറ്റിലുള്ള ആൾക്കാരെയാണ് പക്കേഹ ട്രൈബ് എന്ന് പറയുന്നത്. അവരാണ് അവിടുത്തെ പ്രധാനികളെന്നാണ് അവർ കരുതുന്നത്. അതുപോലെ തന്നെ കോളനൈസ്ഡ് ആയിട്ടുള്ള ന്യൂസിലാൻഡ് സെറ്റിലേഴ്സിനെയാണ് മയോറി ട്രൈബ് എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രൈബ്സും തമ്മിലുള്ളൊരു വഴക്ക് അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മയോറി എന്ന് പറയുന്ന ടേം തന്നെ MAORI, അത് തന്നെ ഓർഡിനറി ഓർ നോർമൽ എന്നാണ് പറയുന്നത്. ഇവർ ഈ മയോറി ട്രൈബ്സിനെ എപ്പോഴും ഈ പഖയ ട്രൈബ്സ് അടിച്ചമർത്തുകയാണ്, സപ്രസ് ചെയ്യുകയാണ്, ഒപ്രസ് ചെയ്യുക. ഇന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും സ്റ്റിൽ എക്സ്പീരിയൻസ് ഡിസ്പ്രൊപ്പോർഷണലി ഹൈ റേറ്റ്സ് ഓഫ് പോവർട്ടി, ഇൻ സെക്യൂരിറ്റി, illness, sexual assault, domestic abuse and suicide. These are experiencing by the Maori tribes. So racism. Racism is an important factor that we understood throughout the novel. Prejudice. What is racism? നമ്മൾ റേസിസം എന്താണെന്ന് അറിയണ്ടേ? Prejudice, discrimination or antagonism by an individual, community or institution against a person or people on the basis of their membership of a particular racial or ethnic group or marginalized group. ഇതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം. സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഷോർട്ട് സ്റ്റോറി. The short story Yellow Brick Road by witi ihimaera is about a journey of a young boy, Matthew, as he and his family travel to Wellington. മാത്യു എന്ന് പറഞ്ഞൊരു കുട്ടി, അവനും അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം വെല്ലിംഗ്ടണിലേക്ക് പോവുകയാണ്. അവരെന്തിനാണ് വെല്ലിംഗ്ടണിലേക്ക് പോകുന്നത്? ഇൻ സെർച്ച് ഓഫ് എ ബെറ്റർ ലിവിങ് എക്സ്പീരിയൻസ്. ഒരു ബെറ്ററായ ലിവിങ് എക്സ്പീരിയൻസ് തേടിയാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. In the text, Matthew's journey is filled with obstacles. He is constantly having to face prejudices that other people have formed about the Maori community. In his journey, he grows as an individual from an innocent young boy to a child Maori. സോ ഈ പോകുന്ന യാത്രയിലുടനീളം ഇവർ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നേരിടേണ്ടി വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദെയർ കാസ്റ്റ് ഓർ ദെയർ കമ്മ്യൂണിറ്റി. സോ നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ, ഈ സെറ്റിങ്സ് ഓഫ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു റോഡ് ട്രിപ്പാണ് ടു വെല്ലിംഗ്ടൺ ഇൻ സ്റ്റോമി വെതർ. സോ ദ വെതർ ഇസ് ഓൾസോ സ്റ്റോമി, ജസ്റ്റ് കണക്റ്റഡ് വിത്ത് ദ സിറ്റുവേഷൻ. The setting is significant because it affects the attitude of the characters. The setting also speaks of rural to urban migration and the challenges of the migration. സോ ഈ സെറ്റിങ്സ് പറയുന്നത് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ആണ്. അതായത് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് മാറി താമസിക്കുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ആൻഡ് ആ സ്റ്റോമി വെതർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോമി വെതർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ദ സിമ്പിൾ ഓഫ് സ്ട്രഗിൾസ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ്റെ സ്ട്രഗിളാണ് അത് കാണിക്കുന്നത്. ഈ സ്റ്റോറിയുടെ ടൈം എന്ന് പറയുന്നത് 1960s ഇൻ ദ ന്യൂസിലാൻഡ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഫൈനൽ അപ്രോച്ച് ടു വെല്ലിംഗ്ടൺ ഫോർ മാത്യു ആൻഡ് ഹിസ് ഫാമിലി. കുറച്ച് ഫ്ലാഷ് ബാക്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിനകത്തുണ്ട്. ഓക്കെ, ദെൻ ഇൻ ദ സ്റ്റോറി മാത്യു ആൻഡ് ഹിസ് ഫാദർ ബിയർ എ ബ്രണ്ട് ഓഫ് അതർ റേസസ് സ്റ്റാൻഡേർഡ്. Most people they meet display the belief that the Maori should stay in their little villages and leave the main cities alone. He is told, "You Maoris are all the same, dumb bloody horries." But you has never encountered such a level of malice, and it is directed towards him, and he does not even know the reason for it. He constantly wonders why they don't stop to help them when their car breaks down. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി സ്റ്റോറി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവരുടെ കാർ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. സോ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാരൻ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ മയോരിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ, നിങ്ങൾക്ക് വേറെ വീടുകളിലേക്കൊക്കെ ഒതുങ്ങി ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ ചെറിയ വില്ലേജുകളിലേക്കൊക്കെ ഒതുങ്ങി ജീവിച്ചുകൂടെ, എന്തിനാണ് ഈ സിറ്റിയിലേക്ക് വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? സോ ദിസ് ഈസ് എ മിസ്കൺസെപ്ഷൻ ഓർ ദ പ്രജുഡിസ്ഡ് മെൻറ്റാലിറ്റി ഓഫ് ദ സിറ്റി പീപ്പിൾ ടുവേർഡ്സ് ദ മയോറി ട്രൈബ്, അല്ലെങ്കിൽ ഒരു റേസിസ്റ്റ് സ്റ്റാൻഡേർഡ്. They believe that they should be oppressed and suppressed into small villages and they have no right to come across the uh, wide range of possibilities or opportunities. Okay, individuals are constantly having to face such prejudiced ideas. New Zealand is fast growing to be a melting pot of many cultures. അപ്പോൾ ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്നത് തന്നെ
ഒരുപാട് കൾച്ചേഴ്സ് അല്ലെങ്കിൽ എല്ലാം ഗ്രോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും പ്രജുഡിസ്റ്റിക് ഐഡിയാസ് ആർ there. എന്താ പറയുക, സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റേസിസം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന് ഇതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല. റേസിസം ഈസ് നോ ലോങ്ങർ എ ബ്ലാറ്റൻറ്റ് ആസ് ദ ഡേയ്സ് ഓഫ് അപ്പാർട്ട്ഹൈഡ്. ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇന്നത്തെ കാലത്ത് റേസിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടൊരു ആസ്പെക്റ്റാണ്. ഇന്നൊരു ബൗണ്ടറീസും പാടില്ല. ദർ ഷുഡ് നോട്ട് നീഡ് എനി ബൗണ്ടറീസ് ബിറ്റ്വീൻ പീപ്പിൾ. ദർ ഓൺലി എക്സിസ്റ്റ് പീപ്പിൾ ആൻഡ് പീപ്പിൾ വാട്ട് ഇറ്റ് മാറ്റേഴ്സ്, നോട്ട് ഓഫ് ദർ ക്ലാസ്, ജെൻഡർ, വാട്ട് കൾച്ചർ, ഐഡൻറ്റിറ്റി, എനിത്തിങ് എൽസ്. സോ നമ്മൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടതുണ്ട്. ദ സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ എ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മാത്യു. ദ റീഡർ ക്യാൻ ഓൺലി ഹിയർ ഹിസ് തോട്ട് ആൻഡ് ഫീലിങ്സ്, സീസ് ദ വേൾഡ് ഓഫ് ഫ്രം മത്യൂസ് പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മൾ മത്യുവിൻ്റെ കാര്യം നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഫ്രം ഹിസ് വി അണ്ടർസ്റ്റുഡ് ദ പോയിൻ്റ് ഓഫ് വ്യൂ. He does not understand what is happening, but we are able to interpret from what he is saying things that were beyond his understood. അപ്പോൾ അവനിങ്ങനെ പറയുമ്പോൾ നമുക്ക് അവന് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ പോകുന്ന വഴിക്ക് ഓരോന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കാരണം അവൻ അത്രയ്ക്കൊരു മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടില്ല. ബട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അവർക്ക് നേരെ ഉണ്ടാകുന്നത്. സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ 2 ലെവൽസ്. വാട്ട് മത്യു അണ്ടർസ്റ്റാൻഡ്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. 2 ലെവലിലാണ് സ്റ്റോറി പറയുന്നത്. ഒന്ന്, എന്താണ് മത്യുവിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പിന്നെ എന്താണ് ആക്ച്വലി നടക്കുന്നത്. So character of Matthew is one of the main characters, and is portrayed as the protagonist. He's a young Maori boy who is courage and oblivious to the truth that he and his family are facing. Matthew's family is traveling from Waiduhi to Wellington, which he sees as Emerald City, where his family is hoping to live a better life. He is facing a major event in his life and let his imagination deceive him from the truth. സോ ഈ പോകുന്ന വഴിയിൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ വൈദുഹി എന്ന് പറഞ്ഞൊരു സ്മോൾ ടൗൺ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് പോയത് എന്ത് കൊതിച്ചിട്ടാണ്, ഫോർ എ ബെറ്റർ ലിവിങ് എക്സ്പീരിയൻസ്. അവർ ആ ടൗണിനെ പറ്റി അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ സിറ്റിയെ പറ്റി വിചാരിച്ചത് ഇറ്റ്സ് എൻ എമറാൾഡ് സിറ്റി. സോ വാട്ട് ഈസ് എൻ എമറാൾഡ് സിറ്റി? എമറാൾഡ് സിറ്റി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് എ ഫിക്ഷണൽ ലാൻഡ് ഇൻ എൻ ഫ്രാങ്ക് ബൗംസ് ഓസ്ബുക്ക്. അവിടെ ഒരു ഫിക്ഷണൽ ലാൻഡാണ്, ആ ഒരു നോവലിൽ ഫിക്ഷണൽ ലാൻഡാണ്. അത് പറയുന്നത് എന്താണ്, വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്ന, ഓസ് എന്ന് പറയുന്ന സ്ഥലത്തെ വിസാർഡ് ആവശ്യങ്ങളെല്ലാം നടത്തി തരും, വേണ്ടതെല്ലാം തരും. സോ മത്യു ഈസ് ബിലീവിങ് ആൻഡ് ഹിസ് ഫാമിലി ഈസ് ബിലീവിങ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു എൻ എമറാൾഡ് സിറ്റി വിത്ത് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ സമ്മറി ഓഫ് ദ നോവൽ നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ഓർ വാട്ട് ഈസ് അറൗണ്ട് സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കും.